ഒരു ബെസ്റ്റ് ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് A+ ആയിരിക്കാം. അതേസമയം ഒരു പേരന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് C ഇനി ഒരു നല്ല സുഹൃത്ത് അല്ലെങ്കിൽ ഒരു നല്ല അയൽക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് D ആയിരിക്കാം. അതായത് ഒന്നിൽ മാത്രം നല്ല ഗ്രേഡ് A+ അല്ലെ, ബാക്കി എല്ലാത്തിലും മോശം ഗ്രേഡ്. ശരിയല്ലേ? അപ്പോ മറ്റുള്ളവർ നിങ്ങൾക്ക് നല്ല ടീച്ചർ എന്ന നിലയിൽ A+ ഗ്രേഡ് തരുന്നുണ്ട്, പക്ഷെ ബാക്കി എല്ലാത്തിലും അത്ര നല്ല ഗ്രേഡ് തരുന്നുമില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഒന്നിന് മാത്രം A+ കിട്ടുന്നതിനേക്കാൾ നല്ലത് എല്ലാത്തിനും ഒരു B കിട്ടുന്നതല്ലേ നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതല്ല, ഒന്നിന് മാത്രം A+ അത് മതിയോ? അതേതായാലും നിങ്ങൾ പുതിയ ടീച്ചർമാർ തന്നെ തീരുമാനിച്ചോളൂ. അതല്ല, മറിച്ച് ഞാനൊരു ടീച്ചർ എന്ന നിലയിലും ഒരു പേരന്റ് എന്ന നിലയിലും ഒരു വൈഫ് എന്ന നിലയിലും ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു നല്ല അയൽക്കാരൻ എന്ന നിലയിലും എല്ലാത്തിലും A+ തന്നെ വാങ്ങിയിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങള്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെയോ ഉപദേശം തേടുന്നതായിരിക്കും നല്ലത്. അപ്പൊ എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ടീച്ചർമാരുടെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പലപ്പോഴും ടീച്ചർ പാരന്റ്സിന് കുറ്റബോധം തോന്നിയിട്ടുണ്ടാവാം. തന്റെ മക്കൾക്ക് എക്സാംസ് ഒക്കെ വരുമ്പോ മറ്റ് പാരന്റ്സ് കുട്ടികളെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ തനിക്ക് തന്റെ മക്കളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു കുറ്റബോധം. അതുപോലെ മറ്റു ടീച്ചർമാർ സ്കൂളിൽ തന്റെ ജോലി വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് പോലെ എനിക്കും അത്ര പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന ഒരു തോന്നല്. അപ്പോ നിങ്ങൾ പുതിയ ടീച്ചർമാർക്ക് ഇത്തരത്തിലുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ അത് കുറക്കാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സ്കൂളിലും വീട്ടിലും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ചിന്ത കാരണം നമുക്ക് മര്യാദക്കൊന്ന് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിരുത്തി ചെയ്യാനോ കഴിയില്ല. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളുടെ ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഒരു പേപ്പർ എടുത്ത് അത് അതിൽ എഴുതിയിടുക. ഈ എഴുതുന്നതിൽ വീട്ടിലെ കുക്കിങ്ങും ഷോപ്പിങ്ങും അതുപോലെ കുട്ടിയെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളും സ്കൂളിൽ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ എഴുതിയിടണം. എന്നിട്ട് ആ പേപ്പറിൽ നമ്മൾ അർജന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ക്യാൻ ബി ഡൺ ലേറ്റർ അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് നേരെ, അതായത് അതിന് ഓരോന്നിനും നേരെ ചെയ്യേണ്ട സമയം കൂടി നമ്മൾ എഴുതി വെക്കണം. അതിനുശേഷം അതിൽ എഴുതിയിരിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ അതിന് പകരം എനിക്ക് ആ കാര്യം ചെയ്യാനുണ്ട് ഈ കാര്യം ചെയ്യാനുണ്ട് എന്നിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് കേട്ടിട്ട് ഇപ്പൊ ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഓ ഇനിയിപ്പോ എഴുതി വെച്ചിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, അതൊന്നും നടക്കില്ല. പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ പകുതി ടെൻഷൻ കുറയും. പിന്നീട് നമ്മൾ അതിൽ എഴുതിയിരിക്കുന്ന സമയത്തിനനുസരിച്ച് ഓരോ കാര്യവും ചെയ്ത് തീർത്തതിന് ശേഷം അതിന് നേരെ ടിക്ക് ഇടുമ്പോ ഉള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും. ഇത് വെറുതെ പറയുന്നതല്ല. ടിപ്പ് നമ്പർ 2, സെറ്റ് ദ പ്രയോറിറ്റി. ഇപ്പോ നിങ്ങളുടെ കുട്ടിക്ക് സുഖമില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് എക്സാം ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ ഒരാഴ്ച നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ തന്നെ ശ്രദ്ധിക്കുക. അതേസമയം നിങ്ങളുടെ ക്ലാസ് ഒബ്സർവ് ചെയ്യാൻ പ്രിൻസിപ്പൾ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ് എത്രത്തോളം നന്നാക്കാം, കാരണം പ്രിൻസിപ്പൾ വരുന്നതാണ്. അപ്പോ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് നിങ്ങൾ നടത്തേണ്ടത്. മൂന്നാമത്തെ ടിപ്പ്, സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. അതായത് നമ്മളിപ്പോ സ്കൂളിലെത്തി സ്കൂളിലെ ജോലി ചെയ്യുന്ന സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ നിൽക്കരുത്. അതേസമയം ഫാമിലിയോടൊത്ത് സമയം ചെലവഴിക്കുമ്പോൾ സ്കൂളിലെ ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെയും ടെൻഷൻ അടിക്കരുത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം ഒരു മോശം അനുഭവം നിങ്ങളുടെ സ്കൂളിൽ വെച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ പ്രശ്നം കഴിയുന്നതും പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്കൂളിലെ പ്രശ്നം സ്കൂളിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോവുക. ഇനി നാലാമത്തെ ടിപ്പ്, ഡിവൈഡ് റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങൾ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ഡോട്ടർ ആവാനോ പെർഫെക്റ്റ് പേരന്റ് ആവാനോ പെർഫെക്റ്റ് വൈഫ് ആവാനോ ശ്രമിക്കരുത്. എല്ലാവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വീട്ടിലെ ജോലി മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ഇപ്പോ ഹസ്ബൻഡിനോട് സ്നേഹം കൂടിയിട്ട് അവർക്ക് ഇടേണ്ട ഡ്രസ്സ് വരെ അയൺ ചെയ്ത് കൊടുക്കുന്ന ഭാര്യമാരുണ്ട്. ശരിക്കും വിഡിത്താണ് ചെയ്യുന്നത്, ഒരിക്കലും ചെയ്യരുത്.
പിന്നെ വീട്ടിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ജോലികൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. എല്ലാ ജോലിയും എല്ലാവരും കൂടി ഡിവൈഡ് ചെയ്ത് തന്നെ ചെയ്യണം. അഞ്ചാമത്തെ ടിപ്പ്, നോ വെൻ ടു സേ നോ. ഇപ്പോ പ്രിൻസിപ്പലിനോടും സൂപ്പർവൈസറോടും അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ധരിച്ച് യെസ് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങളും ഔട്ട് ഓഫ് കൺട്രോൾ ആകും. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് മാക്സിമം ആയി ഇനി ചെയ്യാൻ പറ്റില്ല, ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നിടത്ത് സ്മാർട്ടായി സോഫ്റ്റായി നോ പറയാൻ പഠിക്കുക. ഇനി ആറാമത്തെ ടിപ്പ്, സെൽഫ് കെയർ. ദിവസവും ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. ഒന്നുകിൽ നിങ്ങളുടെ ഹോബി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ലേഡീസിന് സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ട് ഒരു പാട്ടൊക്കെ ഇട്ട് ഒരു 15 മിനിറ്റ് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തി ദിവസവും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി അവസാനത്തെ പോയിന്റ്, ലേൺ ടു ലെറ്റ് ഗോ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സീരിയസ് ആക്കി എടുക്കാതെ അങ്ങ് വിട്ട് കളയാൻ പഠിക്കണം. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്ലാസ്സിലെ 2-3 കുട്ടികൾ പഠിത്തത്തിൽ അല്പം പിറകിലാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, എന്റെ ഈശ്വര, ഈ കുട്ടികളെ ഞാൻ എങ്ങനെ ഇനി പഠിപ്പിച്ചെടുക്കും? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത ടെൻഷനാണ്. കാരണം കുട്ടികൾ ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല നാളെ. അവര് നാളെ മറ്റന്നാൾ അത് പഠിച്ചെടുക്കും, അവർ നല്ല നിലയിൽ എത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ആവശ്യമില്ലാത്ത ടെൻഷൻ ഒന്നും നിങ്ങൾ ടീച്ചർമാർ എടുക്കണ്ട. അതുപോലെ ഞാൻ ഇന്നലെ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തിയിരുന്നു, കുട്ടികളോട് അതിന്റെ പേപ്പർ നാളെ ചെക്ക് ചെയ്തിട്ട് തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഫാമിലിയുടെ കൂടെ ഔട്ടിങ്ങിന് പോയാല് ആ പേപ്പർ കറക്ഷൻ നടക്കില്ലല്ലോ, അതപ്പോ എങ്ങനെ ശരിയാവും? ഇതും ആവശ്യമില്ലാത്ത ടെൻഷനാണ്. കാരണം കുട്ടികളുടെ ആൻസർ ഷീറ്റ് നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതി, അത് ക്ലാസ് ടെസ്റ്റ് അല്ലേ. അപ്പോ അങ്ങനെയൊക്കെ ആലോചിച്ച് നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കരുത്. ഇനി ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങളോട് പറയാം. എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ വേണമെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ ഇതുവരെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കാരണം അത് വളരെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പുതിയ ടീച്ചർമാർ ഒരു കാര്യത്തിനും പെർഫെക്ഷൻ ചിന്തിക്കരുത്. പെർഫെക്ഷൻ നമുക്ക് മെല്ലെ മെല്ലെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്ന് ചിന്തിക്കുന്ന നല്ല കാര്യമാണെങ്കിലും അതൊരിക്കലും നമുക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും പിറകിലായി പോകും. അതാണ് അതിന്റെ സത്യം. ഈ പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഈ പെർഫെക്ഷൻ എന്ന വേർഡ് ഞാൻ എന്റെ ഡിക്ഷണറിയിൽ നിന്ന് മാറ്റി. വളരെ വിഷമകരമായിരുന്നു, പക്ഷെ എന്നാലും അത് ചെയ്തു, അല്ലാണ്ട് നമുക്ക് ശരിയാവില്ല. അപ്പൊ നിങ്ങൾ പുതിയ ടീച്ചർമാരും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നല്ലതുമാണ്. പക്ഷെ അത് എത്രത്തോളം നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ പുതിയ ടീച്ചർമാർ ആദ്യമൊക്കെ കുട്ടികൾക്ക് വേണ്ടിയും പിന്നെ സ്കൂളിന് വേണ്ടിയും സ്കൂൾ ടൈമിന് ശേഷവും ഒരുപാട് സമയം സ്കൂളിൽ സ്പെൻഡ് ചെയ്യും. അതുപോലെ സ്കൂളിലെ ജോലി വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യുകയും ചെയ്യും. ഇനി നിങ്ങളൊരു അൺമാരീഡ് ടീച്ചർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത്ര വലിയ സ്ട്രെയിനോ സ്ട്രെസ്സോ ഒന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങളൊരു മാരീഡ് ടീച്ചർ ആണ്, നിങ്ങൾക്കൊരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. നമ്മൾ ആ ഒരു ഡ്യൂട്ടി സമയത്ത് മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി എന്നല്ല പറഞ്ഞത്. കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എക്സ്ട്രാ ടൈം വിനിയോഗിക്കേണ്ടി വരും. പക്ഷെ അതൊരു മിനിമം ടൈം മാത്രം നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് പോകരുത് എന്ന് മാത്രം. അപ്പൊ ഇത് ഞാനൊരു ടീച്ചർ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. വളരെ പെട്ടെന്നാണ് വീഡിയോ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.